ഇന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ലാമിൻ യമാൽ എന്ന 19കാരനെ നമുക്കെല്ലാം അറിയാം. എന്നാൽ ഈ കുട്ടിയെ ഇന്നത്തെ ലാമിൻ യമാൽ ആക്കി മാറ്റിയതിന് പിന്നിൽ ആരും കാണാത്ത ഒരു വൃദ്ധയുടെ വലിയ ത്യാഗവും കണ്ണീരുമുണ്ട്. സ്വന്തം വയറ് വിശക്കുമ്പോൾ കൊച്ചുമകൻ്റെ സ്വപ്നങ്ങൾക്കായി ജീവിതം ഹോമിച്ച ആ മുത്തശ്ശിയുടെ കഥ കേട്ടാൽ ഏത് കല്ലുപോലത്തെ മനസ്സും ഒന്ന് അലിഞ്ഞു പോകും. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ മുത്തശ്ശി കഥ, കൊച്ചുമകൻ സ്നേഹത്തിൻ്റെ കഥ നമുക്ക് കേൾക്കാം. മൊറോക്കോയിലെ പട്ടിണി നിറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഫാത്തിമ എന്ന ആ സ്ത്രീ തൻ്റെ കുടുംബത്തെയും കൊണ്ട് സ്പെയിനിലേക്ക് കുടിയേറുന്നത്. ജീവിക്കാൻ വേണ്ടി സ്പെയിനിലെ മതാരോ എന്ന സ്ഥലത്തെ റൊക്കാൾഫോണ്ട 304 എന്ന ദരിദ്ര ചേരിയിൽ അവർ അഭയം തേടി. അവിടെ ആളുകൾ വംശീയമായി അധിക്ഷേപിച്ചപ്പോഴും പട്ടിണി കിടന്നപ്പോഴും ഫാത്തിമ തളർന്നില്ല. അവർ പല വീടുകളിലും കെട്ടിടങ്ങളിലും ശുചീകരണ ജോലി ചെയ്താണ് ആ കുടുംബത്തെ പോറ്റിയത്. ഈ കഷ്ടപ്പാടുകൾക്കിടയിലേക്കാണ് കൊച്ചു ലാമിൻ യമാൽ ജനിക്കുന്നത്. യമാലിൻ്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞപ്പോൾ അവൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഫാത്തിമ ഏറ്റെടുത്തു. പന്ത് തട്ടി നടക്കുന്ന കൊച്ചുമകനെ ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് അയൽവാസികൾ പരിഹസിച്ചപ്പോൾ ഫാത്തിമ അവനെ നെഞ്ചോട് തീർത്ത് പിടിച്ചു. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോഴും കൊച്ചുമകനെ വിശക്കാതിരിക്കാൻ സ്വന്തം ഭക്ഷണം മാറ്റിവെച്ചു. ബാഴ്സലോണയുടെ അക്കാദമിയായ ലമാസിയയിലേക്ക് ട്രെയിൻ കയറ്റിവിടാൻ അതിരാവിലെ അവനെ കൂട്ടി സ്റ്റേഷനിലേക്ക് ഓടിയത് ഈ മുത്തശ്ശിയായിരുന്നു. എൻ്റെ മകൻ ലോകം കീഴടക്കും എന്ന് അന്ന് ചേരി നിവാസികളോട് ഉറക്കെ പറഞ്ഞത് ഫാത്തിമ മാത്രമായിരുന്നു. ഇന്ന് യമാൽ ഗോളടിക്കുമ്പോൾ വിരലുകൾ കൊണ്ട് 304 എന്ന് കാണിക്കുന്ന ആഘോഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് താൻ വളർന്ന റൊക്കോഫോണ്ട എന്ന ചേരിയുടെ പോസ്റ്റൽ കോഡാണ്. താൻ എത്ര വലിയ കോടീശ്വരനായാലും തനിക്ക് ചോറ് തന്ന മുത്തശ്ശിയെയും തൻ്റെ പഴയ ദരിദ്രമായ തെരുവിനെയും താൻ മറക്കില്ലെന്ന പ്രഖ്യാപനമാണ് സ്പെയിൻ ടീമിലെത്തി സൂപ്പർ താരമായപ്പോഴും മുത്തശ്ശിക്കായി വലിയൊരു വീട് വാങ്ങി നൽകുകയും അവരുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിക്കുകയും ചെയ്ത യമാലിനെയാണ് ലോകം പിന്നീട് കണ്ടത്. വിജയിച്ചു നിൽക്കുമ്പോഴും അഭിനന്ദിക്കാൻ 1000 പേരുണ്ടാകും. എന്നാൽ നമ്മൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ലോകം മുഴുവനും നമ്മെ തള്ളിപ്പറഞ്ഞപ്പോഴും നമ്മെ വിശ്വസിച്ച ഒരാളുണ്ടാകും. അതായിരുന്നു യമാലിനെ. അദ്ദേഹത്തിൻ്റെ ഫാത്തിമ മുത്തശ്ശി ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ മുന്നോട്ട് പോകാൻ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.